നമസ്കാരം. ദിവസത്തെ പ്രധാന വാർത്തകൾ ചർച്ച ചെയ്യുന്ന സ്റ്റേറ്റ് ഓഫ് ന്യൂസിലേക്ക് സ്വാഗതം. മുനമ്പം ഭൂമി തർക്കത്തിൽ സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച് കേരള വഖഫ് ബോർഡ്. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ ജുഡീഷ്യൽ കമ്മീഷനായി നിയമിച്ച സംസ്ഥാന സർക്കാരിൻ്റെ നടപടി നിയമവിരുദ്ധമാണെന്ന് ബോർഡ് ഫയൽ ചെയ്ത ഹർജിയിൽ പറയുന്നു. മുനമ്പത്തെ തർക്കത്തിലുള്ള ഭൂമി വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് വഖഫ് ട്രൈബ്യൂണലാണെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. വഖഫ് ആക്ടിൻ്റെ 83 പ്രകാരം തർക്കമുള്ള വഖഫ് ഭൂമികളിൽ അന്തിമ തീർപ്പെടുക്കേണ്ടത് വഖഫ് ട്രൈബ്യൂണലാണ്. കോടതികൾക്കോ ജുഡീഷ്യൽ കമ്മീഷനോ അതിന് അധികാരമില്ലെന്നും സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ സംസ്ഥാന വഖഫ് ബോർഡ് വ്യക്തമാക്കുന്നുണ്ട്. കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിൻ്റെ പരിധിയിൽ മുനമ്പം തർക്കവുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുന്നുണ്ടെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന ഹൈക്കോടതി വിധി തെറ്റാണ്. റിട്ട് അപ്പീലിലോ റിട്ട് ഹർജിയിലൂടെയോ അല്ല വഖഫ് ഭൂമി കണ്ടെത്തേണ്ടത്. അതിനാൽ ഹൈക്കോടതി വിധി റദ്ദാക്കണമെന്നും ഹർജിയിൽ സംസ്ഥാന വഖഫ് ബോർഡ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സുപ്രധാനമായ കേസിൽ ഹൈക്കോടതി തങ്ങളുടെ വാദം കേട്ടില്ലെന്ന് CPM നേതാവ് MK സക്കീർ ചെയർമാനായ വഖഫ് ബോർഡ് ആരോപിക്കുന്നുണ്ട്. മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയല്ലെന്ന ഉത്തരവിനെതിരെ കേരള ഹൈക്കോടതിയിൽ പുനഃപരിശോധന ഹർജി ഫയൽ ചെയ്തിരുന്നു നേരത്തെ. എന്നാൽ സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ഹർജി നിലനിൽക്കുന്നത് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി പുനഃപരിശോധന ഹർജി തീർപ്പാക്കുകയായിരുന്നു. മുനമ്പം ഭൂമിയിൽ തൽസ്ഥിതി തുടരാനായിരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ഇതിനു പിന്നാലെയാണ് നിലവിൽ കേരള വഖഫ് ബോർഡ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇനി ഇന്നത്തെ ദേശീയ വാർത്ത നോക്കാം. മദ്യനയ അഴിമതി കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട അരവിന്ദ് കെജ്രിവാൾ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. ധൈര്യമുണ്ടെങ്കിൽ ഡൽഹിയിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തൂ എന്നാണ് കെജ്രിവാളിൻ്റെ വെല്ലുവിളി. മാർച്ച് 1 ഡൽഹി BJP സർക്കാരിനെതിരെ ജന്തർ മന്ദറിൽ നടക്കുന്ന റാലിക്ക് കെജ്രിവാൾ നേതൃത്വം നൽകുമെന്നും ആം ആദ്മി പാർട്ടി നേതൃത്വം അറിയിക്കുന്നുണ്ട്. വിധി വന്നതിന് പിന്നാലെ നടത്തിയ വാർത്താസമ്മേളനത്തിൽ വികാരാധീനനായായിരുന്നു കെജ്രിവാളിൻ്റെ പ്രതികരണം. തൻ്റെ സത്യസന്ധതയെ ചോദ്യം ചെയ്തവർക്കുള്ള മറുപടിയാണ് കോടതി വിധിയെന്ന് കെജ്രിവാൾ പറഞ്ഞു. ഡൽഹിയിൽ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തൂ, ജനങ്ങൾ AAPയെ വീണ്ടും അധികാരത്തിലേറ്റിയില്ലെങ്കിൽ താൻ എന്നേക്കുമായി രാഷ്ട്രീയം ഉപേക്ഷിക്കുമെന്നും കെജ്രിവാൾ പറയുന്നുണ്ട്. മദ്യനയ കേസിൽ രാഷ്ട്രീയമായി പ്രതിരോധത്തിലായ ആം ആദ്മി പാർട്ടിയും കെജ്രിവാളും വീണ്ടും ഡൽഹി രാഷ്ട്രീയത്തിൽ സജീവമായി തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ്. കഴിഞ്ഞ ദിവസത്തെ കോടതി വിധി അതിൽ നിർണായകവുമാണ്. കെജ്രിവാളിൻ്റെ വെല്ലുവിളിക്ക് മറുപടിയില്ലെങ്കിലും കോടതി വിധി സാങ്കേതികമായ ഒന്നാണെന്നും അഴിമതി ആരോപണങ്ങൾ നിലനിൽക്കുന്നുവെന്നുമാണ് BJPയുടെ വാദം. എന്നാൽ കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഈ വിധി ഒരു ആയുധമാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇരയാക്കപ്പെട്ട നായകൻ എന്ന പരിവേഷം അദ്ദേഹത്തിന് വലിയ ജനപിന്തുണ നൽകിയേക്കാമെന്നാണ് കണക്കുകൂട്ടൽ. അഴിമതി ആരോപണത്തിൻ്റെ കറ കഴുകിക്കളഞ്ഞ കെജ്രിവാൾ കൂടുതൽ കരുത്തോടെ തിരിച്ചു വരികയാണ്. ഡൽഹി വീണ്ടും ചൂടേറിയ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നു. ഇനിയും രാജ്യതലസ്ഥാനത്ത് BJPക്ക് കരുത്തരായ എതിരാളിയായി കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടി മാറുമോ എന്നാണ് കണ്ടറിയേണ്ടത്.